വിവാഹം റദ്ദ് ചെയ്യാവുന്ന 5 കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ചും ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസമേഷൻ ഓഫ് മാരേജ് ഇല്ലാതിരിക്കുക. അതിന് കാരണം ഇമ്പോർട്ടൻസിയുമായിരിക്കുക. അതായത് വിവാഹ ജീവിതം തുടർന്നു കൊണ്ടുപോകുവാൻ ഭർത്താവിന് കഴിയാത്ത ഒരു അവസ്ഥ, ലൈംഗിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ആ വിവാഹബന്ധം മനോഹരമായി കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫ്രോഡാണ്. ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റിച്ചുകൊണ്ടാണ്, ചതി ചെയ്തുകൊണ്ടാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഫ്രോഡിന്റെ കീഴിൽ വരുന്നതും അത് റദ്ദ് ചെയ്യാവുന്നതുമാണ്. ഇനി മൂന്നാമതായി ഏതെങ്കിലും തരത്തിൽ ഫോഴ്സോ, അതായത് ബലമോ ഭീഷണിയോ സ്വാധീനങ്ങളോ ഉപയോഗിച്ച് ആണ് ഈ പറയുന്ന മാരേജിന്റെ സെറിമണീസ് അല്ലെങ്കിൽ ആചാരങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ മാരേജും റദ്ദ് ചെയ്യാവുന്ന ഒന്നാണ്. ഇനി ഭാര്യ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരുന്നതിന് മുൻപാൽ തന്നെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഗർഭിണിയായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭർത്താവിന് ആ വിവാഹബന്ധം ആനുവൽ ചെയ്യാൻ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുവാനായി കൊടുക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിവാഹബന്ധം നടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റൊരു സ്പൗസ് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും ഒരു ഗ്രൗണ്ടായി കാണിച്ചുകൊണ്ട് വിവാഹബന്ധം